ഇങ്ങനെ ജിമ്മിന് മാത്രം വന്നാ പോരാട്ടോ. എന്നെ പോലെ വെയിറ്റ് ലോസ് ഉണ്ടാവണമെങ്കിൽ ഡയറ്റും ശ്രദ്ധിക്കണം. കേട്ടിട്ടില്ലേ ക്വീൻവാ, ചിയ, ബ്രോക്കോളി, അവക്കാഡോ? ഞാൻ 2-3 ദിവസമേ ആയുള്ളൂ വന്നിട്ട്, ഇവരൊന്നും പരിചയമായിട്ടില്ല. ചേച്ചി ഞാൻ മെലിയിപ്പിച്ചെടുക്കും, നോക്കിക്കോ. ഹായ്, പുതിയ ഡ്രസ്സാ, നല്ല രസമുണ്ട്. ഇത് ഞാൻ +2 പഠിക്കുമ്പോഴതാ. ഇപ്പൊ മെലിഞ്ഞോണ്ടേ പഴയതല്ല, ഫിറ്റാ. ഇനി ഷോപ്പിങ്ങിന് വേണ്ടി ചിലവാക്കുന്ന പൈസ കൊണ്ട് ഒരു ജിം സെറ്റ് ആക്കണം. ഈ ഡ്രസ്സ് വാങ്ങിക്കുന്ന പൈസ കൊണ്ടൊക്കെ ജിമ്മ് സെറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ ഷോപ്പിങ്ങിന് വെറുതെ കളയുന്ന പൈസയില്ലേ, ഞാൻ അതെല്ലാം കൂട്ടി KSFയിൽ ഒരു ചിട്ടി തുടങ്ങി. ആ ചിട്ടി പിടിച്ചെടുത്തിട്ട് വേണം 3-4 എക്യുപ്മെന്റ്സ് ഉള്ള ജിമ്മ് വീട്ടിൽ തന്നെ ചെയ്യണോ. ഈ ചിട്ടി പിടിക്കാന്ന് വെച്ചാ നമ്മുടെ പേര് നറുക്കെടുപ്പിലൂടെ കിട്ടിയാലല്ലേ നമുക്ക് ചിട്ടി കിട്ടുള്ളൂ. നമ്മളിപ്പോ 50 പേരുള്ള 1 ലക്ഷം രൂപയുടെ ചിട്ടിയിൽ ചേർന്നു എന്ന് വിചാരിക്കും. ചിട്ടി നറുക്കെടുക്കുന്ന ദിവസം ചിട്ടി പൈസ വേണ്ടവർക്ക് പോയി ലേലം വിളിക്കാം. 1 ലക്ഷം രൂപയുടെ ചിട്ടി എനിക്ക് 80,000 രൂപ മതി എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു. അപ്പൊ അതേസമയം എനിക്ക് 70,000 രൂപ മതി എന്ന് വേറൊരാൾ വന്ന് വിളിക്കും. അപ്പൊ 50,000 രൂപ മതി എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യും? അത് പറ്റില്ല. അതിന് ചില വ്യവസ്ഥകളുണ്ട്. ചിട്ടി തുകയുടെ 70% മാത്രമേ താഴ്ത്തി വിളിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ 2 അതിലധികമോ പേര് ഒരേ തുക വിളിച്ചു കഴിഞ്ഞാൽ അത് നറുക്കിട്ടെടുക്കും. അതെ, ഈ 70,000ന്റെ ബാക്കിയില്ലേ, അത് ആർക്ക് കൊടുക്കും? അതാണ് ഡിവിഡന്റ്. കമ്മീഷൻ കഴിഞ്ഞുള്ള ബാക്കി പൈസ ചിട്ടിയിൽ ചേർന്ന എല്ലാവർക്കും അടുത്ത മാസത്തെ അടവിൽ കുറച്ചു കൊടുക്കും. അപ്പൊ മാസം 2,000 രൂപ അടക്കേണ്ടടുത്ത് അത്ര അടക്കേണ്ടിയും വരൂല, ലോണ് പോലെ പലിശയില്ല. എന്തെങ്കിലും അത്യാവശ്യം വരികയാണെങ്കിൽ KSF പോയി ലേലം പിടിച്ച് ചിട്ടി എടുത്താലും മതി. എന്റെ കൂടെ KSF ഒന്ന് വരണം കേട്ടോ. നമുക്ക് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടൊന്ന്. ഞാനും വരട്ടെ. അയ്യോ, ട്രെയിൻ ഓടിക്കോ.